കോവിഡിന് ശേഷം കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുതലായി മരിക്കുന്നതിൽ വാക്സിനുകളുടെ പങ്കിനെപ്പറ്റി സ്വതന്ത്രവും സമഗ്രവുമായ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ജനാരോഗ്യ പ്രസ്ഥാനം ചങ്ങരംകുളം മേഖലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൃത്യമായ പഠനമോ പരീക്ഷണ നിരീക്ഷണങ്ങളോ ഇല്ലാതെയാണ് കോവിഡ് വാക്സിൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന ആശങ്ക അക്കാലത്ത് തന്നെ പല ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് വലിയ തോതിലുള്ള പാർശ്വഫലങ്ങൾക്ക് കാരണമായെന്ന് മനസ്സിലാക്കി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വാക്സിൻ ഉൾപ്പെടെ പലതും വിപണിയിൽ നിന്ന് പിൻവലിക്കുകയുണ്ടായി. വാക്സിൻ വലിയ തോതിൽ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് കമ്പനികൾ അതിന്റെ ഫാക്ട് ഷീറ്റിൽ വ്യക്തമാക്കിയതുമാണ്. പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷേർലി വളരെ ആരോഗ്യവതിയായിരുന്നു, ഒരു രോഗം ഉണ്ടായിരുന്നില്ല. ഈ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ തുടങ്ങി. ആ വാക്സിൻ്റെ ദോഷഫലങ്ങൾ കൊണ്ടാണ് എൻ്റെ ഭാര്യ മരിച്ചത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് കെ.വി. തോമസ് XMP പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർമാർ, അലോപ്പതി ഡോക്ടർമാരിൽ നിരവധി ഡോക്ടർമാർ ഈ കോവിഡ് വാക്സിൻ എടുത്ത് മരിച്ചിട്ടുണ്ട്. ഡോക്ടർ സ്നേഹൽ, അവർ നാസിക്കിലെ ഡെന്റൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. വാക്സിൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല, പക്ഷെ അവർ നിർബന്ധിക്കപ്പെട്ടു. അപ്പോഴാണ് അവർ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് പറയുന്നു, ഈ വാക്സിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ഒന്നും പേടിക്കാനില്ല. ഡ്രഗ് കൺട്രോളർ ജനറൽ ഒരു പത്രസമ്മേളനം നടത്തുന്നത് TV-യിൽ അവർ കണ്ടു. എന്തെങ്കിലും ചെറിയ തകരാറ് ഈ വാക്സിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിതിവിടെ കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഈ രണ്ട് വിദഗ്ധന്മാരുടെയും പ്രഖ്യാപനം കേട്ടതോടെയാണ് ഡോക്ടർ സ്നേഹൽ വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്ത് അവർ അബോധാവസ്ഥയിലായി. 2 മാസത്തോളം അവർ കോമാ സ്റ്റേജിൽ കിടന്ന് മരിച്ചു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട ദേശീയ പ്രതിരോധ വാക്സിൻ ഉപദേശക സമിതി മുൻ അംഗം ഡോക്ടർ ജേക്കബ് പുളിയിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ഒരാളെയും നിർബന്ധപൂർവ്വം കുത്തിവയ്പ് എടുപ്പിക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ PP യൂസഫ് അലി, ഡോക്ടർ ജേക്കബ് വടക്കുംചേരി, മുജീബ് കോക്കൂർ, അടാട്ട് വാസുദേവൻ, ഷാനവാസ് വട്ടത്തൂർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, ചങ്ങരംകുളം. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.